നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ നിയോജക മണ്ഡലത്തിലെ മനസ്സിലായി എപ്പോഴാ വരുന്നതെന്നും എപ്പോഴാ പോകുന്നതെന്നും തെരഞ്ഞെടുപ്പിന്റെ കാര്യമല്ലയോ, അതതിന്റെ ഒരു പൊതു സ്വഭാവമാണ്. അല്ല, വന്നു കഴിഞ്ഞാൽ ഒരു പിടിയാ. രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ പിടിയാ. സാർ പറഞ്ഞ വളരെ ശരിയാ. മിസ്റ്റർ, ഇത് വയറിന്റെ പ്രശ്നമാണ്. അയ്യോ, വയറിന്റെ പ്രശ്നത്തിലേക്ക് വേണ്ടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി തിരിച്ച കാലുമാറ്റക്കാരനെ അവർ MLA ആണ് അങ്ങനെ എനിക്ക് അഭിപ്രായമില്ല. സത്യമായിട്ട് അഭിപ്രായം. കാലുമാറ്റക്കാരനോ? MLA? ഞാനോ? നിങ്ങൾ എന്തോന്നാണ് ഈ പറയുന്നത്? കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ നിയോജക മണ്ഡലത്തിലെ ഏക വൈദ്യുതകാരനാവും ഞാൻ. ആണ്ട കിടക്കണ അത് പറ. അപ്പൊ രോഗിയാണല്ലേ? തനിക്ക് പ്രാന്തം ഉണ്ടല്ലേ? ഇത് ആശുപത്രിയാണ്. ശബ്ദം ഉണ്ടാക്കരുത്, ഉറക്കെ സംസാരിക്കരുത്. അപ്പുറത്ത് രോഗികളെ ഇറക്കുക. മനസ്സിലായി? എന്റെ പൊന്നറ്റൻഡർ അദ്ദേഹം ഈ വൈദ്യ വേദന വരുമ്പം ഞാൻ ഉറക്ക വർത്താനം പറയും, ഉറക്ക നടക്കുകയും ചെയ്യും. അദ്ദേഹം ഇങ്ങോട്ട് നോക്കിക്കേ. ഈ വേദന കൂടി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയാണെന്നറിയാവോ? കഴിക്കാത്ത മരുന്നില്ല, ചെയ്യാത്ത മാന്ത്രികയില്ല, കേറാത്ത ആശുപത്രിയില്ല. ഇത് ചെയ്യാനൊന്നുമില്ല. ഓപ്പറേഷൻ ഒഴിയെ. സുരേന്ദ്രനാഥ് അദ്ദേഹം എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ എന്റെ ദൈവത്തിനാണ് എന്റെ നോക്കേട് മാറാതെ ഞാൻ ഈ ആശുപത്രിയിൽ നിന്ന് പോകത്തില്ല. എങ്ങനെയാ? ഡോക്ടർ, 35 നമ്പർ ബെഡിലെ രോഗിയുടെ കേസ് ഷീറ്റ്. ഈ രോഗി ഡോക്ടറെ കാണാൻ പോകണം. പോകുമ്പോ എന്നെ ഒന്ന് കണ്ടിട്ട് കാണാം. അടുത്ത് വരും. ഛർദിൽ ഓർക്കാനും മറ്റുണ്ടോ? ഉണ്ടോന്നോ? 7 പ്രാവശ്യമാ. 7 പ്രാവശ്യം. ഇവരൊന്നുമല്ല, എന്നെയാണ് തിരുവനായി കൊണ്ടുപോയ ഛർദിപ്പിച്ചത്. എങ്ങനാ? ഈ സുഖക്കേട് പിടിപെട്ട് വളരെക്കാലമായതുകൊണ്ട് ഭേദമാകാൻ അല്പം താമസിക്കും. തൽക്കാലം ഞാൻ ഒരു മരുന്ന് എഴുതിയിട്ട് അത് കഴിക്കുക. പിന്നെ ചിലപ്പോ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. അതുവരെ കൃത്യമായി വീട്ടിൽ നിന്ന് ഈ മരുന്ന് കഴിക്കണം. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. ഞാൻ പോകാനായിട്ട് വന്നതല്ല. ഡോക്ടറെ എന്നെ ഇവരെ കിടത്തി ചികിത്സിക്കണം. അങ്ങനെ അറിയാൻ പാടില്ല. ഇതാ അവൻ വന്നാലുണ്ടല്ലോ, മറ്റവൻ വൈദ്യവേദന എന്നെ കൊണ്ടേ അങ്ങ് പോകത്തുള്ളൂ. അതുപോലെ തന്നെ ഓപ്പറേഷൻ അത് ഞാൻ മരിച്ചാലും സമ്മതിക്കത്തില്ല. രാഘവനെ ഇവിടെ കിടത്തി ചികിത്സിക്കേണ്ടതാണെന്ന് എനിക്കറിയാം. പക്ഷെ തൽക്കാലം ഇവിടെ ബെഡൊന്നും ഒഴിവില്ല. ഒഴിവരുമ്പോ ഞാൻ അറിയിക്കാം. ഇപ്പൊ ഈ മരുന്നുകൊണ്ട് കഴിക്കും. ബെഡ് ഒഴിവരുമ്പോ ഞാൻ അറിയിക്കുള്ളൂ. ശരി, പോയിക്കോളൂ. ഈശ്വരാധീനം നമുക്കുണ്ട്. അതല്ല മോളെ, ആദ്യം ഞാനും വല്ലാതെ സംഭ്രമിച്ചു പോയി. ഡോക്ടർ സുരേഷിനെ കുറിച്ച് എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ ഡോക്ടർ RK ശേനായി ഫോണിൽ കോൺടാക്ട് ചെയ്തു. ലേറ്റസ്റ്റ് മരുന്നുകളൊക്കെയാണ് എഴുതി തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷമായി എനിക്കൊരു മനസമാധാനമായത്. പിന്നെ സുരേഷിനെ കുറിച്ച് ഡോക്ടർ ശേനായി നല്ല അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ടാ പിന്നെ അദ്ദേഹത്തിനെ വീണ്ടും വിളിപ്പിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തത്. അച്ഛൻ ഈ നിസ്സാര കാര്യത്തിന് ഇത്രയൊക്കെ ബഹളം ഉണ്ടാക്കി കളഞ്ഞല്ലോ. അദ്ദേഹം ഒരു MBBS ഡോക്ടറല്ലേ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞങ്ങൾ ഡോക്ടറെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീദേവിക്ക് ഇപ്പൊ എങ്ങനെയിരിക്കുന്നു? ചേച്ചിക്ക് ഇപ്പൊ കുറവുണ്ട്. അത് അനിയത്തിക്ക് എങ്ങനെ മനസ്സിലായി? ചേച്ചി ഒരു പ്രത്യേക ടൈപ്പാ. ആരോടും അധികം സംസാരിക്കാറില്ല. ആംഗ്യം കാണിച്ച് സംസാരം കുറയ്ക്കാവുന്നതിന്റെ പരമാവധി കുറയ്ക്കുകയും ചെയ്യും. ഇപ്പോഴാണോ സംഭവിച്ചത്? അങ്ങനെയാണോ? അതെനിക്കറിയാൻ പാടില്ലായിരുന്നല്ലോ. ഇനിയുണ്ട് ഡോക്ടർ, കേൾക്കണോ? ചേച്ചി രാവിലെ എഴുന്നേക്കുമ്പോ തന്നെ തീരുമാനിക്കും ഇന്ന് എത്ര വാക്ക് സംസാരിക്കണം. അതിൽ കുറയുന്നതല്ലാതെ ഒരക്ഷരം പോലും കൂടത്തില്ല. അതേതായാലും നല്ല സ്വഭാവമാണ്. ഇനി ഇഞ്ചക്ഷൻ വേണ്ട, മരുന്ന് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ വരട്ടെ. ഡോക്ടർ സുരേഷ്, എക്സ്ക്യൂസ് മീ, ഇതെന്റെ സന്തോഷം. നോ താങ്ക്സ്. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ അറിയിക്കണം. ചേച്ചി, പണം കൊടുത്ത് ആരെയും വിലയ്ക്ക് വാങ്ങാമെന്നായിരുന്നല്ലോ അച്ഛന്റെ തത്വശാസ്ത്രം. അതേതായാലും പൊളി. അച്ഛൻ കൊടുത്ത പണം ഡോക്ടർ വാങ്ങിയില്ല. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. ചേച്ചി, ഡോക്ടർ സെലക്ട് ചെയ്തിരിക്കുന്ന സാരി നന്നായിരിക്കുന്നു അല്ലേ?
വെരി നൈസ്. താങ്ക് യു. സാരി സെലക്ട് ചെയ്യാൻ ഡോക്ടർ മിസ്സിസിനെ കൊണ്ടുവന്നില്ലേ? മിസ്സിസോ? എനിക്കൊരു അനിയത്തിയുണ്ട്, രാധ. നാളെ അവളുടെ പിറന്നാളാണ്. ഈ സാരി അവൾക്കുള്ള പിറന്നാൾ സമ്മാനമാണ്. ഈ സാരിക്ക് എന്ത് വിലയെന്നാ പറഞ്ഞത്? 650 രൂപ. 650 രൂപയോ? 150 രൂപയ്ക്ക് ഒരു സാരി കാണിച്ചില്ലേ? എനിക്കത് മതി. അത് തന്നെ പാക്ക് ചെയ്തേക്ക്. ഡോക്ടർ, ഈ 650 രൂപയുടെ സാരിയല്ലേ നല്ലത്? വിലയും വളരെ നന്നായിരിക്കുന്നു. ശ്രീദേവിയുടെ ക്ഷീണമൊക്കെ മാറിയോ? ഞാൻ വരട്ടെ. ഡോക്ടർ സുരേഷിന്റെ വീട്ടതല്ലേ? എന്റെ ചേട്ടനാണെന്ന് വിചാരിച്ച? അതെ. ചേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നില്ലല്ലോ? ഇല്ലേ, ഞാൻ രാധയെ കാണാനാ വന്നത്. എന്നെ കാണാനോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ മുല്ലശ്ശേരിയിലെ വിശ്വനാഥിന്റെ മകളാണ്, ശ്രീദേവി. ഡോക്ടർ ജൗളിക്കടയിൽ വെച്ച് കണ്ടപ്പോൾ രാധയുടെ പിറന്നാളാണെന്ന് അറിഞ്ഞു. എനിക്ക് രാധയെ ഒന്ന് കാണണമെന്ന് തോന്നി. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. രാധ എന്നെ അവിടെ തന്നെ നിൽക്കുന്നത്. നീ വരൂ. രാധേ, എന്താ വല്ലാതെ നിൽക്കുന്നത്? വരൂ, ഇവിടെ വന്നിരിക്കൂ. അയ്യോ, എന്താ പറ്റി? കാല് മുടങ്ങിയോ? സുന്ദരി പെണ്ണ്, പക്ഷേ കാലും ഞൊണ്ടി. അങ്ങനൊന്നും പറയരുത്. ഇതൊന്നും നമ്മളാരും മനഃപൂർവ്വം വരുത്തുന്നതല്ലല്ലോ. രാധയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന പിറന്നാൾ സമ്മാനം. അയ്യോ, ഇതൊന്നും വേണ്ട. ചേട്ടൻ എന്നെ വഴക്ക് പറയും. എനിക്ക് വേണ്ട ചേച്ചി. രാധയോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാനിത് കൊണ്ടുവന്നത്. രാധ ഇത് വാങ്ങാതിരിക്കരുത്. ചേട്ടനൊന്നും പറയില്ല, പ്ലീസ്. ഇവിടെ ആരെങ്കിലും വന്നാൽ ഈ വരാന്തയിലേക്ക് പോലും ഞാൻ വരാത്തതാണ്. സംസാരിക്കാനോ പരിചയപ്പെടാനോ നിൽക്കാറില്ല. പക്ഷെ ചേച്ചിയെ കണ്ടപ്പോൾ എനിക്കെന്തോ അകന്നു മാറിപ്പോവാൻ തോന്നുന്നില്ല. മോളെ, ഇതാരാണ്? അമ്മേ, ഇതാണ് മുല്ലശ്ശേരിയിലെ ശ്രീദേവി ചേച്ചി. മുഖത്തിന് യോജിച്ച പേര് തന്നെ. അമ്മേ, ഇത് ചേച്ചി എനിക്ക് കൊണ്ടുതന്ന പിറന്നാൾ സമ്മാനമാ. എന്തിനാ മോളെ ഇതൊക്കെ കൊണ്ടുവന്നത്? ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലേ അമ്മേ. അമ്മ ഒന്നും പറയരുത്. അമ്മ ചേച്ചിക്ക് പ്രസാദം കൊടുത്തില്ലല്ലോ. എന്നാ ഞാൻ പോട്ടെ. ആ, ചേട്ടൻ വരാതെ പോവുകയാണോ? കാപ്പി കുടിച്ചിട്ട് പോകാം. ഇനിയൊരു ദിവസം ആകാം. നേരെ ഒരുപാടായില്ലേ. അച്ഛൻ കാത്തിരിക്കും. ചേച്ചി തീർച്ചയായും വരണം. ശരി. എക്സ്ക്യൂസ് മീ. വരൂ, അകത്തേക്ക് പോവാം. താങ്ക്സ്. ഞാനിത് ശ്രീദേവിക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. എന്താ ഡോക്ടർ ഇത്? ശ്രീദേവി എന്റെ അനുജത്തിക്ക് ഒരു സാരി കൊടുത്തില്ലേ? അതെ, ഞാനത് രാധയ്ക്ക് പിറന്നാൾ സമ്മാനമായി കൊടുത്താണ്. അതോ ചികിത്സിച്ച ഡോക്ടർക്കുള്ള പ്രതിഫലമായിരുന്നു? ഡോക്ടർ, ഞാൻ രാധയോട് കാണിച്ച സ്നേഹം ഡോക്ടർ ഇത്ര ക്രൂരമായി തെറ്റിദ്ധരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ സാരി തിരിച്ചു വാങ്ങി ആ പാവം പെൺകുട്ടിയെ കൂടി വേദനിപ്പിക്കണമായിരുന്നു. ഇത് ഞാൻ വാങ്ങില്ല ഡോക്ടർ. വേണമെങ്കിൽ അത് നശിപ്പിച്ചു കളഞ്ഞേക്കൂ. ഞാനൊരു ഡോക്ടർ ആയതിനു ശേഷം ആരുടെയും സൗജന്യം ഇതുവരെ വാങ്ങിയിട്ടില്ല. എന്റെ സഹോദരിയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിനെതിരായി സംഭവിച്ചപ്പോ അത് തിരുത്തണമെന്ന് എനിക്ക് തോന്നി. രാധ വേദനിക്കരുതെന്ന് കരുതി ഞാൻ മറ്റൊരു സാരി വാങ്ങി. അതാണിത്. ശ്രീദേവിയും ഇതൊരു സമ്മാനമായി സ്വീകരിക്കൂ പ്ലീസ്.